ഇന്ന് മുറിവുണ്ടാക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം സാധ്യമാകുമെന്ന വിദേശ പാഠം ഇന്ത്യയും പകർത്തിയെഴുതുകയാണ്. കത്രികപ്പാടുകളില്ലാതെ ശരീരത്തിനുള്ളിലെ സൂക്ഷ്മചിത്രങ്ങൾ പകർത്താൻ ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്ന വിദ്യയാണ് വെർച്വൽ ഓട്ടോപ്സിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേക ബാഗിൽ പൊതിഞ്ഞ് CT സ്കാൻ മെഷീനിലേക്ക് കടത്തിവിടുന്ന മൃതദേഹത്തിൽ നിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ ലഭിക്കും. ശരീരത്തിലെ ആന്തരിക രക്തസ്രാവം മുതൽ മറഞ്ഞുകിടക്കുന്ന മുറിവുകൾ വരെ ഈ ചിത്രങ്ങളിലൂടെ പകർത്താൻ കഴിയും. ചിത്രങ്ങളുടെ സൂക്ഷ്മ പരിശോധന വഴി പോസ്റ്റ്മോർട്ടം നടത്താനും കഴിയുന്നു. എന്താണ് നേട്ടം? മൃതദേഹം കീറി മുറിക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധന സാധ്യമാകുമെന്നതു മാത്രമല്ല, മറ്റു ചില നേട്ടങ്ങൾ കൂടിയുണ്ട് വെർച്വൽ ഓട്ടോപ്സിക്ക്. അതിലൊന്ന്, പോസ്റ്റ്മോർട്ടം മിനിറ്റുകൾക്കുള്ളിൽ തീരുമെന്നതാണ്. 3 മുതൽ 10 മിനിറ്റുകൾ കൊണ്ട് വെർച്വൽ ഓട്ടോപ്സി നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നത് വിദഗ്ധർ പറയുന്നു. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് കുറഞ്ഞത് 1 മണിക്കൂർ വേണം. പ്രത്യേക ശ്രദ്ധ വേണ്ട കേസുകളിൽ അത് 2-3 ദിവസം വരെ എടുക്കാം. വിദഗ്ധനായ പരിശോധകന്റെ ലഭ്യത ഉൾപ്പെടെ കാരണങ്ങളാണ് ഇത് നീണ്ടുപോകാൻ കാരണം. എന്നാൽ വെർച്വൽ ഓട്ടോപ്സിയിൽ ശേഖരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കാനുള്ള സമയവും ആളും മതിയാവും. മെഡിക്കൽ ലീഗൽ കേസുകളിലും കോടതി നിർദ്ദേശപ്രകാരവും പുനഃപരിശോധന ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ പിന്നെയും സൂക്ഷ്മ പരിശോധന സാധ്യമാകുമെന്നതാകും നേട്ടം. വിവരങ്ങൾ ഡിജിറ്റൽ രേഖയായി കാലങ്ങളോളം സൂക്ഷിക്കാമെന്നതും ഇത്തരം സങ്കീർണ കേസുകളിൽ സഹായകരമാകും. പരമ്പരാഗത നേത്ര പരിശോധനയിൽ കാണാത്ത കാര്യങ്ങളും മുറിവുകളും വരെ ഇമേജിംഗ് ടെക്നോളജിയിൽ പതിയുമെന്ന സൂക്ഷ്മതയും നേട്ടം. ചുരുക്കത്തിൽ, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന പിഴവുകൾ ഒഴിവാക്കുകയും ഓട്ടോപ്സിക്ക് പൂർണ്ണത ലഭിക്കുകയും ചെയ്യും.